ഹായ് എവരിവൺ, വെൽക്കം ടു ജയിലൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LGS സ്റ്റേജ് 2 കണക്കിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി, LGS സ്റ്റേജ് 1 ക്വസ്റ്റ്യൻസും അതുപോലെ ആൻസറും ചെയ്തിട്ടുണ്ടായി. അപ്പോൾ സ്റ്റേജ് 2 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് തുക കാണാൻ വേണ്ടിയുള്ളതാണ്. എന്താണ്? 3 + 6 + 9 പ്ലസ് എക്സെട്ര അപ് ടു 90 അല്ലേ? ഇതിന്റെ തുക കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1395, ഓപ്ഷൻ ബി 1935, ഓപ്ഷൻ സി 1359, ഓപ്ഷൻ ഡി 1953. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാത്? 3 നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാമേ. അപ്പോൾ ബാക്കി ഉള്ളിൽ എന്തൊക്കെ വരും? 1 + 2 + 3 + എക്സെട്ര അപ് ടു 30 എന്നുള്ള രീതിയിൽ വരും. കറക്റ്റ് അല്ലേ? 3 + 6 + 9 + എക്സെട്ര അപ് ടു 90 നമ്മൾ 3 പുറത്തേക്ക് എടുത്തു. 1 + 2 + 3 + 30 എഴുതി. ഈ 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ തുക എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, n × n + 1/2 അല്ലേ? ഇവിടെ എന്താണ്? 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ തുകയാണ്. അപ്പൊ എന്തെങ്കിലും ചെയ്യുക? 30 × 30 + 1 എന്ന് പറഞ്ഞാൽ 31/2 എന്ന് വരും അല്ലേ? നമുക്ക് ക്യാൻസൽ ചെയ്യാം. 31 × 15 ചെയ്യാം, 465 എന്ന് വരും. 465 ആണോ ആൻസർ? അല്ല, നമ്മളിവിടെ ചെയ്തത് എന്താണ്? 3 × 465 അല്ലേ? 3 × 465 ചെയ്യണം. 1 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക നമ്മൾ കണ്ടു. n × n + 1/2 എന്നുള്ള രീതിയിൽ 465 കിട്ടി. പിന്നെ 3 × 465 ചെയ്യുക. ഓക്കെ, 1395. ഓപ്ഷൻ എ 1395 എന്ന് നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബ്ലഡ് റിലേഷൻ ആണ് അല്ലേ? എ ബിയുടെ അച്ഛനാണ്, സി ഡിയുടെ സഹോദരനാണ്, ഇ സിയുടെ അമ്മയാണ്, ബിയും ഡിയും സഹോദരന്മാരാണ്. ഇക്ക് എയുമായുള്ള ബന്ധം എന്ത്? നമ്മൾ ഒറ്റ നോട്ടത്തിൽ വായിക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും. നമുക്കിപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്തെടുത്ത് പോവാം. ഇവിടെ ശ്രദ്ധിക്കുക, പുരുഷനാണെങ്കിൽ, അതായത് മെയിൽ ആണെങ്കിൽ ഞാൻ പ്ലസ് സൈൻ കാണിക്കാം, അതുപോലെ മൈനസ് സൈൻ എന്ത്? സ്ത്രീ ആണെങ്കിലും മൈനസ് സൈൻ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. എ ബിയുടെ അച്ഛനാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, എ എന്ന് പറയുന്നത് ബിയുടെ അച്ഛനാണ്. ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ റിലേഷൻ ഉണ്ട്. എ എന്ന് പറയുന്നത് ബിയുടെ അച്ഛനാണ്. ബി ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് അറിയില്ല അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റ് കഴിയും. പിന്നെ പറയുന്നത് സി ഡിയുടെ സഹോദരനാണ്. ഇപ്പൊ ഇവിടെ സിയും ഡിയും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ നിർത്തിയേക്കുവാണ്. അടുത്തത് ഇയും സിയുടെ അമ്മയാണ്. എയും ബി ആയിട്ടുള്ള റിലേഷനാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം ബിയോ എയോ ആയിട്ട് കണക്ട് ചെയ്യാവുന്നത് ഏതെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. അപ്പൊ ഇത് നമ്മൾ സ്കിപ്പ് ചെയ്തേ. അടുത്തത് നോക്കിയേ, ബിയും ഡിയും സഹോദരന്മാരാണ്. ഓക്കെ, ബിയും ഡിയും സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ പാരലലായിട്ട് എഴുതി തന്നെ പോയി. ബിയും ഡിയും സഹോദരന്മാരാണ് അല്ലേ? സഹോദരന്മാരെന്ന് പറയുമ്പോൾ ഇതും എന്താണ്? ആൺകൊച്ചാണ്, ഇതും ആൺകുട്ടിയാണ്. അടുത്തത് നോക്കിയേ, അടുത്ത് സിയുടെ നമുക്ക് പിടിക്കാം. സി ഡിയുടെ സഹോദരനാണ് അല്ലേ? ഇപ്പൊ ഡി നമുക്ക് ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് സി ഡിയുടെ സഹോദരനാന്നുള്ളത് നമുക്ക് എഴുതാലോ. എന്താണ്? സി ഡിയുടെ സഹോദരനാണ്. അതായത് എ അച്ഛനാണ്, അവരുടെ എന്താണ്? ബിയും ഡിയും സിയും ഒക്കെ എയുടെ എന്താണ്? മക്കളാണ്. അടുത്ത നോക്കിയേ, ഈ സിയുടെ അമ്മയാണ്. അതായത് ഈ സിയുടെ അമ്മയാണ്. സിയുടെ അമ്മയാണെങ്കിൽ എന്താണ്? ഡിയുടെ അമ്മയാണ്, ബിയുടെ അമ്മയാണ് അല്ലെ? ഈ എന്ന് പറഞ്ഞത് എല്ലാവരുടെയും എന്താണ്? ബി ഡി സി അവരുടെയൊക്കെ അമ്മയാണ്. എ ആണെങ്കിൽ അച്ഛനും. അപ്പൊ ഇവർ തമ്മിൽ ഭാര്യയും ഭർത്താവുമാണ് അല്ലെ? എയും ഇയും ഭാര്യയും ഭർത്താവുമാണ്. ഇക്ക് എയുമായുള്ള ബന്ധമാണ് ചോദിച്ചത്. അതായത് ഇക്ക് എയുമായുള്ള ബന്ധമാണ് ചോദിച്ചത്. ഈ എയുടെ ആരാണെന്നാണ് ചോദിച്ചത്. ഈ എയുടെ ഭാര്യയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഈ എക്ക് ആരാണെന്നാണ് ചോദിച്ചത്. ഈ ആരാന്നാണ് ചോദിച്ചത്. ഈ എയുടെ ആരാണ്? ഭാര്യയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോഡ് ഭാഷയിൽ FMPQC എന്നത് FMPQC എന്നത് ഹോഴ്സ് എന്നാണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ILGDC എന്തായിരിക്കും? അങ്ങനെയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. FMPQC എന്നത് ഹോഴ്സ് ആണെങ്കിൽ ILGDC എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഫിനോട് 2 കൂടി എന്തായി? H ആയി അല്ലേ?
ABCD നമ്മൾ എഴുതി പോയാൽ മതി, പെട്ടെന്ന് നമുക്ക് മനസ്സിൽ കൂട്ടാൻ പറ്റുന്നില്ലെങ്കിൽ ABCDEF GH അല്ലെ 2 കൂടി. അതുപോലെ തന്നെ MNO ഇവിടെ 2 കൂടി. ഇവിടെയോ PQR 2 കൂടി. QRS 2 കൂടും. അടുത്തതോ 2 കൂടി. ആ ഒരു പാറ്റേണിലാണ് പോകുന്നത്. നമുക്ക് തന്നിട്ടുള്ളതിനേക്കാളും +2 ചെയ്താണ് എന്ത് അടുത്തൊരു പദം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ILGDCനെ എഴുതുക. ഓക്കെ, ഐക്ക് ശേഷം 2 കൂടി എന്ത് വരും? K വരും അല്ലേ? അതുപോലെ എല്ലിന് ശേഷം N വരും, ജിക്ക് ശേഷം I വരും, ഡിക്ക് ശേഷം F വരും, സിക്ക് ശേഷമാണെങ്കിലോ ABCDE വരും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഐക്ക് ശേഷം K വരും, 2 കൂടി. ഓക്കെ, അപ്പോൾ നൈഫാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി നൈഫാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ് ഇവിടെ ചെയ്തത്? എല്ലാത്തിൻ്റെയും കൂടെ എന്ത് 2 കൂട്ടി പോവുകയാണ് ചെയ്തത് അക്ഷരമാലയിൽ. അടുത്തത് നോക്കാം, ഒരു ബോർഡ് മാസ് റൂളാണ്. ബോർഡ് മാസ് റൂള് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോർഡ് മാസ് എന്ന് പറയുമ്പോൾ ഇത് ബ്രാക്കറ്റ്, ഇത് ഓഫ്, ഇത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ അല്ലേ? ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം, അതിനുശേഷം ഓഫ് സിമ്പിൾ, അതായത് ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യുക, അതിനുശേഷം ഹരണം ചെയ്യുക, ഗുണനം ചെയ്യുക, സങ്കലനം ചെയ്യുക, കുറയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹരണം എന്നാൽ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ, മൈനസ് എന്നാൽ പ്ലസും, പ്ലസ് എന്നാൽ മൈനസും, ഇൻറ്റു എന്നാൽ എന്ത് ഹരണവുമെങ്കിൽ 4 ഹരണം 3 മൈനസ് 2 പ്ലസ് 6 ഇൻറ്റു 3ന്റെ വില എത്ര എന്നാണ് ചോദിച്ചത്. ഇതിന്റെ വിലയല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ ചിഹ്നങ്ങൾ മാറ്റിയതിന് ശേഷമുള്ള വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. 4 ഹരണം 3 എന്നാണ് പറഞ്ഞത്. ഹരണം മാറി എന്താവും? ഇൻറ്റു ആവും അല്ലേ? അപ്പോൾ 4 ഇൻറ്റു 3 ആയി. മൈനസ് 2ന് പകരം, മൈനസ് എന്നാൽ പ്ലസ് ആണ്, അപ്പോൾ +2 ആയി. പ്ലസിന് പകരം എന്താവും? പ്ലസിന് പകരം മൈനസ് ആവും. ഇപ്പൊ എന്താവും? -6 ആവും. ഇൻറ്റുവിന് പകരം എന്താവും? ഹരണാവും. അപ്പോൾ ഹരണം ഡിവൈഡഡ് ബൈ 3 ആവും. നമ്മുടെ എങ്ങനെ വന്നു? 4 ഇൻറ്റു 3 പ്ലസ് 2 മൈനസ് 6 ഹരണം 3. നമുക്ക് ഇത് ആദ്യം ചെയ്യണ്ടേ? 6 -6 ബൈ 3 എന്ന് പറഞ്ഞാൽ -2 വന്നു. 4 ഇൻറ്റു 3 എത്രയാ? 4 3 12 വന്നു. 12 പ്ലസ് 2 മൈനസ് 2, 12 പ്ലസ് 2 14, 14ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 12. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ആ ചിഹ്നങ്ങൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മാറ്റി, അതിനുശേഷം ഡിവിഷൻ ആദ്യം ചെയ്തു, അതിന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, അഡീഷൻ ചെയ്തു, സബ്ട്രാക്ഷൻ ചെയ്തു. ഓക്കെ, അടുത്ത നോക്കിയേ. എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ തന്നിട്ടുള്ളതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ തന്നിട്ടുള്ളതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എപ്പോഴും എന്ത് ഇരട്ട സംഖ്യയായിരിക്കും. അപ്പോൾ നമുക്ക് ആ സംഭവം അറിയില്ല എങ്കിൽ, ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അത് അറിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എടുത്തു നോക്കുക, 2 ഒറ്റ സംഖ്യ എടുത്തു നോക്കുക. 1 + 3 4 അല്ലേ? 3 + 5 8 അല്ലേ? 5 + 7 12. ഏത് സംഖ്യ? ഒറ്റ സംഖ്യ രണ്ടെണ്ണം തമ്മിൽ കൂട്ടിയാലും നമുക്ക് എന്ത് ഇരട്ട സംഖ്യ കിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി എക്സ് പ്ലസ് വൈ ആണ് എന്ത് കറക്റ്റ് ആൻസർ. എക്സും വൈ ഒറ്റ സംഖ്യ ആണെങ്കിൽ ഇരട്ട സംഖ്യ എക്സ് പ്ലസ് വൈ ആയിരിക്കും. അടുത്തത് ഒറ്റയാനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 36, ഓപ്ഷൻ ബി 47, ഓപ്ഷൻ സി 42, ഓപ്ഷൻ ഡി 35. ഓക്കെ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒറ്റയാൻ എന്ന് പറയാൻ നേരത്തെ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യണം, നമ്മൾ എടുക്കുന്ന സംഖ്യ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തുല്ലോ, ആ സംഖ്യ അല്ലാതെ മറ്റു 3 സംഖ്യകൾക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. 36 എന്ന് പറഞ്ഞാൽ 6 6 36 ആ രീതിയിലൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ ഇവിടെ വരുന്ന ആൻസർ 47 ആണ്. കാരണം എന്താ? 47 ഒരു പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യയാണ്. ഓക്കെ, അഭാജ്യാണ് എന്ത് 47. ബാക്കി വരുന്ന 36 ആയിക്കോട്ടെ, 42 ആയിക്കോട്ടെ, 35 ആയിക്കോട്ടെ, ഈ 3 എണ്ണം എന്താണ്? ഭാജ്യ സംഖ്യകളെയാണ്. അഭാജ്യം ഭാജ്യമൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ നമ്പർ സിസ്റ്റം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിനകത്ത് നമ്മൾ എന്ത് പ്രൈം നമ്പറും അതുപോലെ ഭാജ്യം അഭാജ്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഘടകങ്ങൾ ഇല്ലാത്തത് ആണ് എന്ത് പ്രൈം നമ്പർ. ഘടകങ്ങൾ ഇല്ലാത്തത് മീൻസ്
ഇതിന്റെ ഘടകം 147 മാത്രമാണ് ഇതിന്റെ ഘടകങ്ങൾ. വേറെ ഘടകങ്ങളൊന്നും 47 ഇല്ല. പക്ഷെ 42 ആയിക്കോട്ടെ, 35 ആയിക്കോട്ടെ, 36 ആയിക്കോട്ടെ, അതിനൊക്കെ എന്ത് വേറെ ഘടകങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ 47 ആണ് ഇതില് ഒറ്റയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, 1,00,000 എത്ര 100 ഉണ്ടെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചുള്ളത്. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? 1,00,000 എത്ര 100 ഉണ്ടെന്ന് പറയുമ്പോൾ 1,00,000 ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. 0 0 ക്യാൻസൽ ചെയ്തു. എത്ര? 1000. ഓപ്ഷൻ എ 1000 നൂറുകളാണ് എന്ത് 1,00,000 ഓപ്ഷൻ ബി ആണെങ്കിൽ 100, ഓപ്ഷൻ സി ആണെങ്കിൽ 10, ഓപ്ഷൻ ഡി ആണെങ്കിൽ 10,000. ഓപ്ഷൻ എ 1000 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1,00,000 എത്ര 100 ഉണ്ടെന്ന് പറഞ്ഞാൽ 1,00,000 എഴുതുക, ഡിവൈഡ് ബൈ 100 ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. വയസ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും എങ്കിൽ അപ്പുവിന്റെ പ്രായം എത്ര? നമുക്കിത് ഓപ്ഷനിൽ നിന്ന് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 9 അല്ലേ? ഇതില് ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് എടുക്കാം. ഓപ്ഷൻ എ, അപ്പുവിന്റെ പ്രായം അല്ലേ നമുക്ക് ആൻസറിൽ തന്നിട്ടുള്ളത്. അതായത് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് നമ്മുടെ ആൻസറിലെ ഈ 4 ഓപ്ഷനിൽ ഏതോ ഒരെണ്ണം ഉത്തരാണ് അല്ലെ? അപ്പുവിന്റെ പ്രായമാണ് ഈ 4 ഓപ്ഷനിൽ ഒരെണ്ണം. അപ്പോൾ അപ്പുവിന്റെ പ്രായം ഞാൻ 3 ആയിട്ട് എടുത്തു. ഓക്കെ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി, അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ് അല്ലെ? അപ്പുവിന്റെ പ്രായം 3 ആണെങ്കിൽ അമ്മയുടെ പ്രായം എന്താണ്? 9 × 3 27. അടുത്തത് നോക്കി, 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും അല്ലെ? 9 വർഷം കഴിയാൻ നേരത്തെ എന്ത് ചെയ്യും? ആദ്യം 9 മടങ്ങാണെങ്കിൽ പിന്നെ എന്താവും? 9 വർഷം കഴിയുമ്പോൾ 3 മടങ്ങായിട്ട് മാറണം. 9 വർഷം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 9 കൂട്ടണ്ടേ? അപ്പുവിന്റെ പ്രായം 3 + 9 12 ആയി. അതുപോലെ തന്നെ ഇവിടെ എന്ത് കൂട്ടണം? 9 കൂട്ടണ്ടേ? 27 9 36. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? 9 വർഷം കഴിയാൻ നേരത്തെ ഇത് 3 മടങ്ങായി മാറണം അല്ലെ? ഇവിടെ നോക്കിയേ, 12ന്റെ 3 മടങ്ങല്ലേ 36 അല്ലെ? 12 × 3 ആണ് എന്ത്? 36. അപ്പൊ എന്തായിരിക്കും? അപ്പുവിന്റെ പ്രായം 3 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. ഒന്നുകൂടി പറയാം, ഓപ്ഷൻ എ നിന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പുവിന്റെ പ്രായം ഞാൻ 3 ആയിട്ട് എടുത്തു. ഓപ്ഷൻ എ 3 ആയിട്ട് എടുത്തു. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നോക്കി, അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ് അമ്മയുടെ പ്രായം എന്ന് പറഞ്ഞു. അപ്പോൾ 3 × 9 27 അല്ലെ? അപ്പൊ എന്താണ്? അമ്മയുടെ പ്രായം 27 ആയിരിക്കും. 9 വർഷം കഴിയാൻ നേരത്തെ അത് 3 മടങ്ങായിട്ട് മാറുന്നതാണ് പറഞ്ഞത്. 9 വർഷം കഴിയുമ്പോൾ അപ്പുവിന്റെ പ്രായവും 9 കൂടും, അമ്മയുടെ പ്രായവും 9 കൂടും. അപ്പൊ അപ്പുവിന്റെ പ്രായം 12 ആവും, അമ്മയുടെ പ്രായം 27 36 ആവും. അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ് അമ്മയുടെ പ്രായം. അടുത്ത ക്വസ്റ്റ്യൻ, രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9-ാമതും പിന്നിൽ നിന്ന് 15-ാമനുമാണ്. രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9-ാമനും പിന്നിൽ നിന്ന് 15-ാമനുമാണ്. എന്നാൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഇത്രാമത്, അല്ലെങ്കിൽ ഇടതുവശത്ത് നിന്ന് ഇത്രാമത്, വലതുവശത്ത് നിന്ന് ഇത്രാമത്, അങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ടോട്ടൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ x + y - 1 ചെയ്താൽ മതി. ഓക്കെ, അതായത് രണ്ടും കൂട്ടുക 1 കുറയ്ക്കുക. ഇവിടെ 15 9 24, 24 ന്ന് 1 കുറച്ചാൽ 23. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം. കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ LGSന്റെ ഒക്കെ സിലബസിൽ കലണ്ടർ ഇൻക്ലൂഡഡ് അല്ല. പക്ഷെ എന്താണ്, ഔട്ട് ഓഫ് സിലബസ് രീതിയിൽ എന്ത് കലണ്ടർ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഔട്ട് ഓഫ് സിലബസ് ചിലപ്പോൾ കയറി വരും. അപ്പൊ നോക്കിയേ, കലണ്ടറിൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന അടുത്ത വർഷമാണ് ചോദിച്ചത്. 2026 ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ആണെങ്കിൽ 2048, ഓപ്ഷൻ സി ആണെങ്കിൽ 2031, ഓപ്ഷൻ ഡി ആണെങ്കിൽ 2052. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് തന്നിട്ടുള്ള വർഷം ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന് ശിഷ്ടം എത്ര കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ശിഷ്ടം ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. തന്നിട്ടുള്ള ഏത് വർഷം ആയിക്കോട്ടെ അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം നമുക്ക് 1 കിട്ടണമെങ്കിൽ നമ്മൾ 6 കൂട്ടണം. 2 ശിഷ്ടം കിട്ടുന്നതെങ്കിൽ നമ്മൾ 11 കൂട്ടണം. 3 ശിഷ്ടം കിട്ടണമെങ്കിൽ 11 കൂട്ടണം. 0 ശിഷ്ടം കിട്ടുന്നതെങ്കിൽ 28 കൂട്ടണം. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു വർഷം തന്നു, അതിനുശേഷം
അത് ഏത് വർഷമാണ്, അടുത്ത ഏത് വർഷത്തിലാണ് നമുക്കത് ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ തന്നിട്ടുള്ള വർഷത്തിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് ശിഷ്ടം എത്രയാണോ കിട്ടുന്നത് ആ ശിഷ്ടം ബേസ് ചെയ്താണ് നമ്മൾ എത്ര വർഷം കൂട്ടണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ശിഷ്ടം 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, തന്നിട്ടുള്ളതിനോടൊപ്പം 6 വർഷം കൂട്ടണം. 2 കിട്ടുന്നതെങ്കിൽ എത്ര, 11 വർഷം കൂട്ടണം. 3 ശിഷ്ടം കിട്ടുന്നതെങ്കിൽ 11 വർഷം, 4 ആണെങ്കിൽ 28. ഓക്കെ ആണ്. 2024/4 ചെയ്യാൻ നേരത്ത് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ 24 ഡിവൈഡ് ചെയ്താൽ മതി. ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവൈഡ് ചെയ്താൽ മതി. 6 4 24 വരും. അപ്പോൾ ശിഷ്ടം 0 വരും അല്ലേ. ശിഷ്ടം 0 വന്നാൽ എത്ര കൂട്ടണം, 28 കൂട്ടണം. 2024 കൂടെ നമ്മൾ എന്ത് കൂട്ടണം, 2024 കൂടെ 28 കൂട്ടണം. എത്ര വരും, 2052. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ശിഷ്ടം 1 വന്നെങ്കിൽ നമ്മൾ 6 കൂട്ടിയാൽ മതിയായിരുന്നു. 2 ആയിരുന്നെങ്കിൽ 11 കൂട്ടണമായിരുന്നു. 3 ആണെങ്കിൽ 11 തന്നെ കൂട്ടണം. 0 ആണെങ്കിൽ 28 കൂട്ടണം. ഓക്കെ, ഇവിടെ കണ്ടീഷനിൽ 0 ആണ്, അപ്പോൾ 28 കൂട്ടുക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൂട്ട് x ഡിവൈഡഡ് ബൈ 221 2 എക്സിന്റെ വില എത്രയാണെന്നാണ് ചോദിച്ചത്. റൂട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 221 2 എക്സിന്റെ വിലയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. ഇതെങ്ങനെ ചെയ്യുക, നമ്മൾ ആ റൂട്ട് നമ്മൾ ഒഴിവാക്കണം. റൂട്ട് ഒഴിവാക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ, സ്ക്വയർ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ചെയ്താൽ എന്താ, റൈറ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യണം. അപ്പോൾ ചെയ്യുക, ഇവിടെ സ്ക്വയർ ചെയ്താൽ എന്താവും, എക്സ് ഡിവൈഡഡ് ബൈ 221 ആവും. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത്, റൂട്ട് മാറി കിട്ടും. അപ്പോൾ റൈറ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യണമല്ലോ, ഇപ്പോൾ 2 സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? എക്സ് ഡിവൈഡ് ബൈ 221 ഈസിക്കൽ ടു 2 സ്ക്വയർ. അതെങ്ങനെ എഴുതാം പിള്ളേരെ, എക്സ് ഡിവൈഡ് ബൈ 221 ഈസിക്കൽ ടു 4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എക്സ് എത്രയായിരിക്കും, എക്സ് ഈക്വൽ ടു 221 ഇൻറ്റു 4. നമുക്ക് ചെയ്യാം, 4 8 8 884. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? റൂട്ട് കളയണമെങ്കിൽ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ റൈറ്റ് സൈഡിലും സ്ക്വയർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10 സംഖ്യകളുടെ ശരാശരി 23 ആണ്. ഓക്കെ, ഇതിൽ ഓരോ സംഖ്യയോടും 4 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 27, ഓപ്ഷൻ ബി 72, ഓപ്ഷൻ സി 26, ഓപ്ഷൻ ഡി 62. ഓക്കെ, പിള്ളേരെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ എന്ന് പറഞ്ഞാൽ ശരാശരി എത്ര കൂട്ടണം, ശരാശരി 4 കൂട്ടണം. 27 ആണ്. ഓപ്ഷൻ എ 27 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നോക്കുക, 1 2 3 4 5. ഇതിന്റെ ശരാശരി എത്രയായിരിക്കും, 1 2 3 4 5ന്റെ ശരാശരി 3 ആയിരിക്കും. മിഡിൽ ടൈം ആയിരിക്കും ശരാശരി. ഇനി ഇതിനോട് ഞാൻ എല്ലാ സംഖ്യകളോടും ഇതുപോലെ തന്നെ 4 കൂട്ടി എന്ന് പറയുമ്പോൾ എത്രയാവും, 1 4 5, 2 4 6, 4 3 7, 4 4 8, 5 4 9. ഓക്കെ, അപ്പൊ ഇതിന്റെ ശരാശരി എത്രയാവും, 7 ആവും. ഓക്കെ, 1 2 3 4 5ന്റെ ശരാശരി 3 ആയിരുന്നു. അതുപോലെ 5 6 7 8 9ന്റെ ശരാശരി 7 ആണ്. ഈ ഓരോ സംഖ്യയോടും 4 കൂട്ടാൻ നേരത്തെ ശരാശരി എത്ര കൂടി, 3 7 ആയി. 3 4 കൂടി 7 ആയി. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. അതായത് ഓരോ സംഖ്യയോടും ഒരു നിശ്ചിത സംഖ്യ കൂടുകയാണെങ്കിൽ ശരാശരിയും എന്ത് അത്ര തന്നെ കൂടും. 4 കൂടി കഴിഞ്ഞാൽ ശരാശരി 23 + 4 27 ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്കൂട്ടർ 9200 രൂപയ്ക്ക് വിറ്റപ്പോൾ എന്ത് കിട്ടി, 15% ലാഭം കിട്ടി എങ്കിൽ വാങ്ങിയ വില എത്ര? വാങ്ങിയ വില ഓപ്ഷൻ എ 8000, ഓപ്ഷൻ ബി 9000, ഓപ്ഷൻ സി 8900, ഓപ്ഷൻ ഡി 8500. ഓക്കെ, 9200 രൂപയ്ക്കാണ് അയാൾ വിറ്റത്. അപ്പൊ അയാൾക്ക് 15% ലാഭം കിട്ടിയെന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ വാങ്ങുന്ന വില എപ്പോഴും 100 ആയിട്ട് എടുക്കുക. വാങ്ങുന്ന വില എപ്പോഴും 100% എടുക്കുക. ലാഭം കിട്ടിയെന്ന് പറയുമ്പോൾ എത്രയാ പിള്ളേരെ, 115 ആണ് അല്ലേ. 115% എന്ത് ലാഭം കിട്ടിയെന്ന് പറയുമ്പോൾ 100നോട് 15 കൂട്ടി 115%-ത്തിനാണ് എന്ത് അയാൾ അത് വിറ്റത്. അപ്പോൾ വാങ്ങിയ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഈ 9200 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 9200 എന്ന് പറയുന്നത് 115 ആയിരിക്കും. 115% എന്ത് 9200.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ 100%. വാങ്ങിയത് എപ്പോഴും എന്തായിരിക്കും 100% ആയിരിക്കും. അപ്പൊ അതെന്ത് എക്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 115 എക്സ് ഈക്വൽ ടു ഓക്കെ 9200 ഇൻറ്റു 100 എന്ന് വരും. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. 9200 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 115 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 23. ഇവിടെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 20. 23 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 400. ഇപ്പം എക്സ് ഈക്വൽ ടു 400 ഇൻറ്റു 20 എന്ന് വരും. 400 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2 8 8000. ഓക്കെ, ഓപ്ഷൻ എ 8000 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒന്നുകൂടി പറയാം, 15% ലാഭം കിട്ടിയെന്ന് പറഞ്ഞത്. നമ്മൾ വാങ്ങുന്ന വില എപ്പോഴും 100 ആയിട്ട് എടുക്കുക. 15% ലാഭം എന്ന് പറയുമ്പോൾ 100നോടൊപ്പം എന്ത് 15 കൂട്ടുക, 115. അപ്പൊ 115% എന്ത് 9200 എന്ന് പറയുന്നത്. 100% കണ്ടുപിടിക്കണം. അപ്പൊ 100% ലെഫ്റ്റ് സൈഡിൽ എഴുതി എക്സ് ഇട്ട് കൊടുത്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, 8000 ആണ് വാങ്ങിയ വില. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക്, എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എയിൽ നിന്ന് ബിയിലേക്ക് 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. റിട്ടേൺ ഓഫ് ബിയിൽ നിന്ന് എയിലേക്ക് 40 km വേഗതയിൽ സഞ്ചരിക്കുന്നു. 40 km/h വേഗതയിൽ സഞ്ചരിക്കുകയും ചെയ്താൽ ശരാശരി വേഗത എന്താണെന്ന് ചോദിച്ചത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വേഗത കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. 2ab by a plus b. 2ab by a plus b. a എന്ന് പറയുന്നത് അങ്ങോട്ട് പോയ വേഗത, b എന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്ന വേഗത. അത് സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം 2 ഇൻറ്റു എ പ്ലസ് ബി അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 60ഉം ബി എന്ന് പറഞ്ഞാൽ 40ഉം. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 60 ഇൻറ്റു 40 ഡിവൈഡ് ബൈ 60 പ്ലസ് 40. ഒന്നും കൂടി ചെയ്യാം. 2 ഇൻറ്റു 60 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 100. 0 0 ക്യാൻസലായി. 2 ഇൻറ്റു 6 12, 12 ഇൻറ്റു 4 48 km/h. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 48 km/h ആണ് ശരാശരി വേഗത. ആകെ അറിയേണ്ടതായ ഒരു ഇക്വേഷൻ മാത്രമാണ് 2ab by a plus b. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 11 32 ഡാഷ് എത്രയാണ്? അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 71, ഓപ്ഷൻ ബി 41, ഓപ്ഷൻ സി 35, ഓപ്ഷൻ ഡി 46. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ? ഇങ്ങനെയുള്ള ഒരു ശ്രേണി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്താണ് ഡിഫറൻസ് അങ്ങനെയൊക്കെ എടുത്ത് നോക്കും. അപ്പോൾ ഇതൊന്നും എന്താ കോമൺ ഡിഫറൻസ് ഒന്നും അല്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യണേന്ന് പറഞ്ഞാൽ 1 ക്യൂബ് പ്ലസ് 1. ഓക്കെ, ഇത് 2 ക്യൂബ് പ്ലസ് 3. ഓക്കെ, അടുത്തതോ 3 ക്യൂബ് പ്ലസ് 5. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്ത് വരും? 4 ക്യൂബ് പ്ലസ് 7 വരണ്ടേ. 4 ക്യൂബ് എത്രയാ? 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 4 64, 64 7 71. ഓക്കെ, ഓപ്ഷൻ എ 71 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആയോ? ഈ രണ്ടും എങ്ങനെയാണ് വന്നത്? 1 ക്യൂബ് പ്ലസ് 1 ആണ്. 11 വന്നത് 2 ക്യൂബ് പ്ലസ് 3 ആണ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8, 8 പ്ലസ് 3 11. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27, 27 പ്ലസ് 5 32. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64, 64 പ്ലസ് 7 71 വരണം. ക്യൂബ് എല്ലാം 1 2 3 4 ഫോർമാറ്റിൽ പോയി. അതല്ലെങ്കിൽ കൂട്ടുന്നതാണെങ്കിലോ 1 3 5 7 എന്നുള്ള ഒറ്റ ഓഡ് നമ്പറിന്റെ പാറ്റേണിൽ പോയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തത് എന്താണ്? അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പൈതഗോറസ് ത്രികങ്ങൾ എന്താണെന്നുള്ളതൊന്നും അറിഞ്ഞിരിക്കണം. പൈതഗോറസ് തിയറം ബേസ് ചെയ്ത് എന്താണ്? ഇത് പാദം, ഇത് ലംബം, ഇത് കർണം അല്ലേ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്തായിരിക്കണം? കർണം സ്ക്വയർ ആയിരിക്കണം. നമ്മുടെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 8 7 3, ഓപ്ഷൻ ബി 3 4 5,
ഓപ്ഷൻ സി 5, 12, 13, ഓപ്ഷൻ ഡി 7, 24, 25. ഓക്കെ, അതായത് ത്രികോണത്തിന്റെ വശങ്ങളാണ് ഈ മൂന്നെണ്ണം തന്നിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ ത്രികോണത്തിന്റെ വശങ്ങൾ നമ്മൾ നോക്കണം. രണ്ട് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ സ്ക്വയർ ചെയ്യാൻ നേരത്ത് മൂന്നാമത്തെ സംഖ്യയുടെ സ്ക്വയർ ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് പൈതഗോറസ് ത്രികം ആയിരിക്കും. നമ്മുടെ അടുത്ത് ചോദിച്ചത് പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തതാ ചോദിച്ചത്. അപ്പൊ ഏതൊരെണ്ണം അല്ലാത്തത് കണ്ടുപിടിക്കാം. ഇപ്പൊ 8, 7, 3 എടുത്ത് നോക്കിയേ. 8, 7, 3 കർണം എപ്പോഴും വലുതായിരിക്കുമേ. കർണം എപ്പോഴും എന്താണ് വലുതായിരിക്കും. ഓക്കെ, അപ്പോ 7 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 8 സ്ക്വയർ ആണോ എന്ന് നോക്കണം. 7, 49, 3, 9, 8, 64. അപ്പൊ ഇതെന്താണ് പൈതഗോറസ് ത്രികങ്ങൾ അല്ല. ഓപ്ഷൻ എയിൽ തന്നെ നമുക്ക് എന്ത് ആൻസർ കിട്ടി. അപ്പൊ 3, 4, 5, 5, 12, 13, 7, 24, 25. അതിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3, 4, 5 നമുക്ക് എടുത്ത് നോക്കാം. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ ആണെന്ന് നോക്കണം. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. കണ്ടോ, അതൊക്കെ പൈതഗോറസ് ത്രികങ്ങളാണ്. ഇനി 5, 12, 13 വേണമെങ്കിൽ നോക്കാം. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ ആണോ എന്ന് നോക്കണം. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 13 സ്ക്വയർ 169 കിട്ടും. അപ്പൊ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഓപ്ഷനും പൈതഗോറസ് ത്രികങ്ങളാണ്. നമ്മുടെ അടുത്ത് ചോദിച്ചത് പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. അത് ഓപ്ഷൻ എ 8, 7, 3 പൈതഗോറസ് ത്രികങ്ങൾ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 പ്ലസ് 2 ഇൻറ്റു 3 മൈനസ് 1/2 ഇൻറ്റു 6. ഇത് എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. 5 പ്ലസ് 2 ഇൻറ്റു 3 മൈനസ് 1/2 ഇൻറ്റു 6. ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 81, ഓപ്ഷൻ ഡി 9. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? നമുക്കറിയാം ബോർഡ് മാസ് റൂളിൽ ആദ്യം എന്താണ് ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ ചെയ്യുക, അതല്ല എങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാലോ. ഇവിടെ 3 വന്നു, ഇത് മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പൊ എങ്ങനെ എഴുതാം? 5 പ്ലസ് 6 മൈനസ് 3 വന്നു. 5, 6, 11, 11 3 പോയി കഴിഞ്ഞാൽ 8. ഓപ്ഷൻ ബി 8 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ 0.5, 0.25, 0.35 എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക. 0.5, 0.25, 0.35 ഇവയുടെ ലസാഗു. ഓപ്ഷൻ എ 1.75, ഓപ്ഷൻ ബി 1.57, ഓപ്ഷൻ സി 1.35, ഓപ്ഷൻ ഡി 1.55. ഈ ക്വസ്റ്റിന് ആൻസർ ഇല്ല. ഓപ്ഷനിൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആവും. തെറ്റ് ചോദ്യമാണ്, കാരണം ഓപ്ഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല അവർ. നമുക്കപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ദശാംശത്തിലുള്ള ലസാഗു എൽസിയം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ദശാംശം നമ്മൾ റിമൂവ് ചെയ്യുക. ഇവിടെ എല്ലാം നോക്കിയാൽ 0.25, 0.35 എന്നൊക്കെ പറഞ്ഞാൽ ദശാംശം റിമൂവ് ചെയ്യണമെങ്കിൽ 100 വെച്ച് നമ്മൾ ഹരിക്കണം അല്ലേ? അപ്പൊ എല്ലാത്തിനും നമുക്ക് 100 വെച്ച് ഹരിക്കാം. ഓക്കെ, ഇതിനെ 100 വെച്ച് ഹരിക്കുമ്പോൾ എന്ത് ചെയ്യും? 0.5 × 100 50 ആവും. 0.25 × 100 25 ആവും. 0.35 × 100 35 ആവും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ 100 വെച്ച് ഗുണിച്ചതിന് ശേഷമാണ് എന്ത് 100 വെച്ച് ഗുണിച്ചതിന് ശേഷമാണ് എന്ത് 50, 25, 35 ആക്കിയത്. അപ്പൊ കിട്ടുന്ന ആൻസറിന് നമ്മൾ എന്ത് ചെയ്യണം? 100 വെച്ച് ഹരിച്ചാൽ മാത്രമാണ് എന്ത് നമുക്ക് ഒറിജിനൽ ആൻസർ കിട്ടുള്ളൂ. അത് ഓർത്തിരിക്കുക. നമ്മൾ എത്ര വെച്ചാണോ ഗുണിക്കുന്നത് അത്ര തന്നെ വെച്ച് ഹരിക്കണം ആൻസർ കിട്ടിയതിന് ശേഷം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു പോവാം. പൊതുവായിട്ട് എത്ര വെച്ച് ഹരിക്കാമെന്ന് നോക്കാം അല്ലെ? 5 വെച്ച് നമുക്ക് ചെയ്യാം. 10, 5, 25, 7, 5, 35. വീണ്ടും 5 വെച്ച് ചെയ്യാം. 2, 1, 7. ഓക്കെ, പിന്നെന്താ ലെഫ്റ്റ് സൈഡിലുള്ളതും താഴെയുള്ളതും ഫുള്ളായിട്ട് ഗുണിക്കുക അല്ലേ? അപ്പം എങ്ങനെ വരും? 5 × 5 × 2 × 1 × 7 എന്ന് വരും അല്ലേ? 5 × 5 × 2 × 1 × 7 എന്ന് വരും. 5, 25, 25 × 2 50, 50 × 1 50 തന്നെ, 50 × 7 350 എന്ന് വരും. ഓക്കെ, ഇതാണോ നമ്മുടെ ആൻസർ? ഇതല്ല. നമുക്ക് ഇതിനെ 100 വെച്ച് ഹരിച്ചാൽ ആൻസർ കിട്ടും. 350/100 എന്ന് പറഞ്ഞാൽ എന്താ? 2 സ്ഥാനം മാറ്റി കുത്തിടുക. 3.5 ആണ് എന്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ. 3.5 ഒന്നും എന്ത് ഓപ്ഷനിലില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവും. പക്ഷെ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 3.5 ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ വലിയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ 5/3, ഓപ്ഷൻ ബി 13/11, ഓപ്ഷൻ സി ആണെങ്കിൽ 113/111, ഓപ്ഷൻ ഡി ആണെങ്കിൽ 17/5. ഓക്കെ, ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയ പിള്ളേരെ 5/3 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് ഹരിച്ചു വെക്കാം. 1 പോയിന്റ് സംതിങ് അല്ലേ വരുള്ളൂ. 2 വന്നെങ്കിൽ എന്ത് വേണമായിരുന്നു? 6 ആണെങ്കിൽ നമുക്ക് 2 വന്നേനെ. ഇത് നോക്കിയേ, ഇതും 1 പോയിന്റ് സംതിങ് ആണ് വരുള്ളൂ അല്ലേ. 2 വന്നെങ്കിലോ ഇവിടെ 22 വന്നെങ്കിൽ 2 വന്നേനെ. ഇവിടെ 1 പോയിന്റ് സംതിങ് ആണ് വരുള്ളൂ. 17/5 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 17.5 എന്ന് പറഞ്ഞാൽ 3 പോയിന്റ് സംതിങ് വരും അല്ലേ. I 3 15ആയി, ബാക്കി എന്ത് 2 ശിഷ്ടം ഉണ്ട്, 3 പോയിന്റ് വരും. അപ്പൊ നമ്മുടെ കയ്യിലെ വലിയ സംഖ്യയാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി 17/5 ആണ് എന്ത് വലിയ സംഖ്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1.1 into 1.11. ഇത് നമുക്ക് എന്താ ദശാംശം ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഒറ്റയടിക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ നോക്കി 12.21, 1.221, 122.1, അതുപോലെ 11.22. ആ രീതിയിലാണ് പോയത്. പിള്ളേരെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ദശാംശം ഉണ്ട്, ഇവിടെ 2 ദശാംശം ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസറിൽ എപ്പോഴും എന്ത് വരും? 3 ദശാംശം വന്നം. ഈ ഓപ്ഷനിൽ 3 ദശാംശമുള്ള ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, ഓപ്ഷൻ ബി 1.221. ഇതിൽ മാത്രമാണ് എന്ത് 3 ദശാംശം ഉള്ളൂ, 1.221. ഇതാണ് ഇതിന്റെ ആൻസർ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 111 × 11 ഗുണിക്കുക, അതിനുശേഷം 3 ദശാംശം ആഡ് ചെയ്യുക അല്ലേ. ഇത് ഗുണിക്കാൻ നേരത്ത് 1 വന്നു, 1 വന്നു, 1 വന്നു, ഇവിടെ 1 വന്നു, 1 വന്നു, 1 വന്നു, 1221 കിട്ടും. 3 ദശാംശം മാറ്റുമ്പോൾ 1.221 കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായുള്ള ഉത്തരം. അപ്പോൾ നമ്മൾ LGS സ്റ്റേജ് 2ന്റെ മുഴുവൻ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കായിട്ട് അയച്ചു കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.